ഹലോ. കുറേ ദിവസമായിട്ടോ കൊല്ലങ്കോട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കുറേ ആൾക്കാരുടെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഏട്ടൻ കൊല്ലങ്കോട് പോവാമെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഒരു സൺഡേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, കൂടെ തന്നെ എൻ്റെ ഏട്ടനും ഏടത്തിയമ്മയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ആദ്യം പോയത് താമരപ്പാടത്തോട്ടാണ് കേട്ടോ. ദൂരത്തുനിന്ന് കണ്ടപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ചൂടുള്ള ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഈ തണുപ്പത്ത് നല്ല ചൂടുള്ള ചായയും കടിയൊക്കെ കഴിക്കണം, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഏട്ടനും ചേച്ചിയും കുട്ടിയും. എൻ്റെ വല്യമ്മയുടെ മകനാണ് കേട്ടോ ഇത്, സുനിയേട്ടൻ, അമൃത ചേച്ചി, പിന്നെ മിത്രക്കുട്ടി. അങ്ങനെ ഇതാ ഞങ്ങൾ ചൂടുള്ള ചായയും പിന്നെ കായ ബജിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ വന്നു. അങ്ങനെ നല്ല ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇച്ചുകുട്ടന് കടലമിഠായി വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി. അങ്ങനെ അത് എൻ്റെ വായലും ഏട്ടൻ്റെ വായലൊക്കെ വെച്ച് തന്നു കേട്ടോ. ആൾക്ക് പിന്നെ പക്ഷഭേദമൊന്നുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് അടുത്ത കപ്പിൾസ് ഇവിടെ നിന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിത്രക്കുട്ടിക്ക് ആദ്യം നല്ല പരിചയക്കേടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാണുമ്പോൾ അവൾ ഉറങ്ങിയിട്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ എത്തിയിട്ടാണ് കേട്ടോ അവൾ നീച്ചത്. പിന്നെ ആൾ ഓക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അതിൻ്റെ ഉള്ളിലോട്ട് പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. പച്ച വിരിച്ച പാടങ്ങൾ, പിന്നെ അതിൻ്റെ ചുറ്റിലും ബ്രൗൺ നിറത്തിൽ ഇങ്ങനെ ബോർഡർ പോലെ പുല്ലുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആർച്ച്, ഹാർട്ട് ഷേപ്പിൽ കുറേ ലൈറ്റൊക്കെ കെട്ടിയിട്ട് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ ബെഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഇത് കൂടെ ഒക്കെ നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കുറേ വരമ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇത് കൂടെ ഒക്കെ നടന്നു. ഇച്ചുകുട്ടൻ എടുക്കുമെന്ന് പറഞ്ഞ് വാശി പിടിക്കാനായിട്ട് ഇച്ചുകുട്ടൻ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് സുനിയായിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുകുട്ടൻ്റെ ഡ്രസ്സിലാവണ്ടെന്ന് വിചാരിച്ച് ഞാനാണ് കേട്ടോ അവൻ ഐസ്ക്രീം കൊടുത്തത്. പക്ഷെ പകുതി മുക്കാലും എൻ്റെ വായിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോഴേക്കും അവിടെ ഒരാൾ മീശയൊക്കെ പിരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്തോട്ട് ഓടിപ്പോയിട്ടോ. അച്ഛൻ എന്താ ഈ കാട്ടണമെന്ന് പറഞ്ഞിട്ട് ഇച്ചുകുട്ടൻ തുറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ ഫോണിൽ നോക്കി ചെയ്യുന്നേ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വിചാരിച്ച് നിന്നു. എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ഒന്ന് റൊമാൻറ്റിക് ആവാമെന്ന് വിചാരിച്ചിട്ട് ഏട്ടന് ഐസ്ക്രീമൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. എന്തായാലും അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഞാൻ പിന്നെ ഓരോ ഷോർട്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പാടത്തിൻ്റെ സൈഡിലൂടെ അങ്ങനെ നടക്കുകയാണ്. അവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിച്ചുകുട്ടൻ അതിനെ കണ്ടപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവിടെ ഇങ്ങനെ ഐ ലവ് കൊല്ലങ്കോട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ അതിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നല്ല സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ ആദ്യം തന്നെ ഏട്ടനും മിച്ചക്കുട്ടനും പോയിട്ട് ബെഞ്ചിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു ബെഞ്ചിൽ. അപ്പോൾ ആന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം പറഞ്ഞ് ഇച്ചുകുട്ടൻ വാശി പിടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാവരും ബെഞ്ചിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇച്ചുകുട്ടൻ ആനേനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആനയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. സംഭവം പൊള്ളിയായിരുന്നു. പാടത്തിൻ്റെ നടുവിൽ ഒരു ആനക്കുട്ടൻ. നല്ല രസമായിരുന്നു കേട്ടോ. ഇച്ചുവിന് അതിനെ തൊടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരം മിച്ചുകുട്ടനെ അവിടെ നിർത്തി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി. മിത്രക്കുട്ടീനെ അടുത്ത് നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കാൻ നോക്കി കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും നല്ല പരിചയക്കേടായതുകൊണ്ട് രണ്ടുപേരും ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് നിർത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇച്ചുകുട്ടൻ വീഡിയോ എടുക്കുമ്പോൾ അടങ്ങി നിൽക്കുകയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും മുന്നോട്ട് നടന്നു കേട്ടോ. ഞങ്ങൾ 2 ടീംസായിട്ട് ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ഞങ്ങളിങ്ങനെ കല്യാണത്തിന് മുന്നേ ഞാനും സുനിയേട്ടനൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. കസിൻസ് എല്ലാവരും കൂടുമ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകണം എന്നൊക്കെ അങ്ങനെ കുറേ സ്വപ്നങ്ങൾ കണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴാണ് അതൊക്കെ യാഥാർത്ഥ്യത്തിൽ വന്നത്. പിന്നെ കുറേ മുന്നോട്ട് നടന്നപ്പോൾ 2 സൈഡും ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിഞ്ഞ് നിന്നിട്ട് ഉള്ളൊരു വരമ്പ് കണ്ടു. അപ്പോൾ കുറച്ച് നേരം അത് കൂടെ പോയിട്ടോ. അങ്ങനെ
പച്ച വിരിച്ച പാടത്തിൻ്റെ സൈഡിലൂടെ മഞ്ഞ പൂക്കൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞയും ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് മുകളിലോട്ട് വണ്ടി കയറാൻ റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. മുകളിൽ മലയുടെ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ് മൂടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് ജാനുമ്മയുടെ ചായക്കടയൊക്കെ കണ്ടു കേട്ടോ. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾ ആദ്യം തന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പോകുന്ന വഴിക്ക് ചെറിയ ഒരു കടയിൽ പെട്ടിക്കട കണ്ടപ്പോൾ ഞാനൊരു തേൻമിഠായി വാങ്ങി. ചേച്ചിയാണെങ്കിൽ അവിടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ സീതാർകുണ്ട് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇച്ചുകുട്ടൻ കോലുമിഠായി വാങ്ങിയിട്ട് അത് മേല് മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ചൂടുള്ള കടല വിൽക്കുന്നത് കണ്ടത്. അങ്ങനെ കടലയൊക്കെ വാങ്ങി, പിന്നെ കുട്ടികൾക്ക് ഫ്രൂട്ടിയൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കടല തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കടല വേണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ എനിക്ക് വായിൽ കൊണ്ടുവന്ന് വെച്ച് തരാണ് കേട്ടോ. അത് ഇച്ചുകുട്ടൻ അത്ര പിടിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ആദ്യം തന്നെ. അങ്ങനെ ബാത്റൂമിലൊക്കെ പോയി പിന്നെ പുറത്ത് വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഈ ഒരു സംഭവം കണ്ടത്. മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നോക്കി നിൽക്കുമ്പോഴാണ് ഇച്ചുകുട്ടൻ്റെ അച്ഛനെ തപ്പി നടക്കുന്നത് കണ്ടത് കേട്ടോ. ഏട്ടൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛനെ കണ്ട സന്തോഷമാണ് കേട്ടോ അത്. അങ്ങനെ ഏട്ടനെയൊക്കെ കണ്ട് സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെ മുകളിലോട്ട് പോകാൻ നിന്നു. അപ്പോഴേക്കും രണ്ടുപേരും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരെ പരിചയക്കേടൊക്കെ മാറി, രണ്ടുപേരും നല്ല കമ്പനിയായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ മുകളിലോട്ട്. വലിയ കാര്യത്തിൽ കാണാനുള്ള വെള്ളച്ചാട്ടമൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം ഉണ്ടായിരുന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ എന്തായാലും നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു കേട്ടോ. രണ്ട് സൈഡും നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ വെള്ളച്ചാട്ടമൊന്നും കാണാൻ നിന്നില്ല. അതിൻ്റെ മുകളിലൊരു പാറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. അവിടെ എത്തിയതും ഏട്ടൻ അവിടെ സൈഡായിട്ടുണ്ട്. സുനിയേട്ടൻ്റെ അടുത്തായിരുന്നു അപ്പോൾ രണ്ട് കുട്ടികൾ കേട്ടോ. ചേച്ചി അവിടെ ആർക്കോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഏട്ടൻ കടന്നപ്പോൾ ഇച്ചുകുട്ടനെ ഏട്ടൻ്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കടന്നിട്ടുണ്ട്. താഴെ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ മല കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്തുള്ള കടയിൽ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചിലപ്പോൾ ഫുഡ് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കഴിച്ചില്ല കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കറുപ്പസ്വാമിയുടെ അടുത്തോട്ടാണ് കേട്ടോ പോയത്. ആ കാണുന്ന കടയാണ് ചെല്ലപ്പൻ ചേട്ടൻ്റെ കട. ചെല്ലപ്പനാണോ ചെല്ലനാണോ എന്നറിയില്ല. നല്ല ഫേമസ് കടയല്ലേ. അപ്പോൾ അവിടുത്തെ ചായയും പരിപ്പ് വടയും കഴിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പോയി വരുന്ന വഴിക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും തിരക്കൊക്കെ കുറയുമെന്ന് വിചാരിച്ചു. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചായയും പരിപ്പുവടയും കുടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏട്ടൻ ആദ്യം മുകളിലോട്ട് കയറിയിട്ട് പിന്നെ ഞങ്ങളെയൊക്കെ കയറ്റുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കറുപ്പസ്വാമിയുടെ അമ്പലത്തിലെത്തിയപ്പോൾ ഒരു വ്യത്യസ്ത തരമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വിചാരിച്ച പോലെയൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ആലുകൾ, അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോൺ വെജൊക്കെ അവിടെ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, മദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യത്യാസമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ആചാരങ്ങളും ഐതിഹ്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ അത് കൂടെയൊക്കെ നടന്നിട്ടൊന്ന് കണ്ടു കേട്ടോ. പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇച്ചുകുട്ടൻ അപ്പോഴേക്കും നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എന്നാലും ഇച്ചുകുട്ടന് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ അങ്ങനെ കുറേ വണ്ടികളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മിത്രക്കുട്ടി ബബിൾസ് ഊതുന്ന സാധനം വാങ്ങിയിട്ട് അത് ഊതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഊതുന്ന മാത്രമേ ഉള്ളൂ, അതൊന്നും ബബിൾസ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ചേച്ചി പോയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാണ് ഊതാൻ വേണ്ടിയിട്ട്. ഇച്ചുകുട്ടൻ പാവം ഈ സമയം നോക്കിയിട്ട് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ അവന് വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഗുൽഫി വേണമെന്ന് പറഞ്ഞിട്ട് സുനിയേട്ടൻ എന്നെയും ചേച്ചിയും കൂടി ഗുൽഫി മേടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ രണ്ട് ഗുൽഫി ഞങ്ങൾ മേടിച്ചു. പ്രതീക്ഷിച്ച അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോഴാണ് ശ്രദ്ധിച്ചത് ആലിൽ കുറേ വീടിൻ്റെ രൂപങ്ങൾ,
തൊട്ടിൽ രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സുനിയേട്ടൻ പറഞ്ഞു തന്നു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ വീടിൻ്റെ രൂപങ്ങളും പിന്നെ കുട്ടികളില്ലാത്തവർക്ക് ഇങ്ങനെ തൊട്ടിലൊക്കെ കെട്ടിയാൽ ഉണ്ടാവും എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അവിടുന്ന് റോട്ടിക്ക് കയറിയപ്പോൾ കണ്ട ആദ്യത്തെ ഹോട്ടലിലേക്ക് തന്നെ കയറി. പിന്നെ ഞങ്ങൾ മലബാർ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആസ്വദിച്ചാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. പിന്നെ അൺലിമിറ്റഡ് റൈസും ആയിരുന്നു കേട്ടോ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇതാ നല്ല സലാഡും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു കേട്ടോ. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുക്കുട്ടനും നന്നായിട്ട് കഴിച്ചു. അവൻ പൊതുവെ കഴിക്കാറില്ല, ഇച്ചുക്കുട്ടനും നന്നായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ മിത്രക്കുട്ടിക്ക് ബിരിയാണി അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ആനേനെയൊക്കെ കണ്ടു കേട്ടോ. അവിടെ പൂരോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ ഇതാ തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഏകദേശം വീടെത്താറായപ്പോൾ ഇറങ്ങേണ്ട സ്ഥലത്ത് സുനിയേട്ടനും ചേച്ചി ഇറങ്ങുകയാണ് കേട്ടോ. അവർ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും നല്ല സങ്കടമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം എത്ര പെട്ടെന്ന് പോയെന്ന് പറയാനേ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല, ഒരു ദിവസം പെട്ടെന്ന് പോയ പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു. നല്ല സങ്കടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഇതാ വീണ്ടും വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിലോട്ട് പോകുന്ന ടൈമിലാണ് ഇതാ ഗേറ്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇച്ചക്കുട്ടൻ നല്ല ഹാപ്പിയായി. അപ്പോഴേക്കും അവനെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇച്ചക്കുട്ടന് ട്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനെ നെഞ്ചിൽ കയറിയിട്ടാണ് ഇരുന്ന് താളം പിടിക്കുന്നത്. അങ്ങനെ കുറേ കാത്തിരിപ്പിന് ശേഷം ഒരു ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെല്ലെ പോയിട്ടുണ്ടായിരുന്നു, ഉറുമ്പരിക്കുന്ന പോലെയാണ് കേട്ടോ ട്രെയിന് പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് അത് പോകുന്നവരെ കുറേ നേരം ഇങ്ങനെ കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഗേറ്റ് തുറക്കും വിചാരിച്ചപ്പോൾ അടുത്ത ട്രെയിനും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഏട്ടൻ ഞാനൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ചാരി കടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ട്രെയിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഇച്ചുകുട്ടൻ ടാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മമ്മ ഉണ്ട് ട്രെയിനിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ പോയി, അത് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിൽ പോയപ്പോൾ അതാ ഗേറ്റ് തുറന്നു. ഞങ്ങൾ പോവാണ്. പോകുന്നതിടയ്ക്ക് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങളുടെ കുട്ടി യാത്ര വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.